കന്യാകുമാരി പി ലക്ഷ്മണേട്ടൻ ശ്രദ്ധാഞ്ജലി കോഴിക്കോട് കേസരി പരമേശ്വരൻ ഹാളിൽ പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് ആ ഉദ്ദേശത്തോടുകൂടി നമ്മുടെ സംഘത്തിൻ്റെ സർക്കാര്യവാഹകരായിരുന്ന മാന്യ ഏകനാഥ് റാണയുടെ കൽക്കത്തയിൽ പോയി. അദ്ദേഹം കൽക്കത്ത രാമകൃഷ്ണ മിഷനിൽ പോയി വിവേകാനന്ദ സാഹിത്യങ്ങളെല്ലാം വളരെ ദിവസങ്ങൾ ചെലവഴിച്ച് പഠിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദുക്കളോട് യുവാക്കന്മാരുടെ ആഹ്വാനം ദി റൗസിംഗ് കാൾ ടു ഹിന്ദു നേഷൻ എന്നൊരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കി. നമ്മുടെ എല്ലാ ഭാഷകളിലും അത് പരിഭാഷപ്പെടുത്തി. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സർവ്വഗ്രാമങ്ങളിലും ഇപ്പം നമ്മുടെ സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ തയ്യാറായ സമയത്ത് ഗ്രാമങ്ങളിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്താൻ നിശ്ചയിച്ച പോലെ തന്നെ ഭാരതമാസകലം അത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം തന്നെ വിവേകാനന്ദ ശതാബ്ദി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ആ സമയത്താണ് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി. പിന്നീട് സംസ്ഥാന വിഭജനം വന്ന സമയത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി പോയി. അതുകൊണ്ട് നമ്മുടെ സംഘത്തിൻ്റെ തമിഴ്നാട്ടിലെ പ്രമുഖരുടെ കാര്യകർത്താന്മാർ ചിന്തിച്ചു, ഈ സന്ദർഭത്തിനോടനുബന്ധിച്ച് നമുക്ക് ആ വിവേകാനന്ദൻ പാറയിൽ അദ്ദേഹത്തിൻ്റെതായുള്ള സ്മാരകം ഉയരണം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6 അടി ഉയരമുള്ള വിവേകാനന്ദൻ്റെ സ്റ്റാച്യു അവിടെ വരണം. ആ സമുദ്രം കടന്ന് അങ്ങോട്ട് പോകാൻ തക്കൊണ്ടൊരു പാലം ഉണ്ടാക്കണം. എല്ലാം കൂടി ഒരു അന്നത്തെ കണക്കനുസരിച്ച് 6 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം വരാൻ പോകുന്നു എന്നുള്ളവർ അറിഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സാധുജനങ്ങളെ മതപരിവർത്തനം ചെയ്തുകൊണ്ട് അവരെ ഒരു തരത്തിൽ ഈ ദേശീയ വിരുദ്ധമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ബോധപൂർവം പ്രവർത്തിക്കുന്ന സംഘടിത മതശക്തികളുണ്ട്. പ്രത്യേകിച്ച് കന്യാകുമാരിയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വളരെ കാര്യമുള്ള സ്വാധീനമുള്ളതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാർ വളരെ വലിയ തോതിൽ നമ്മുടെ കടലിൽ പോകുന്ന സഹോദരന്മാരെ മതം മാറ്റിയെടുത്ത് കഴിഞ്ഞിരുന്നു. അവരുടെ അറിവില്ലായ്മ, അവരുടെ ശുദ്ധ മനസ്സ് അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, കന്യാകുമാരിയിൽ ഒരു വിവേകാനന്ദൻ്റെ സ്മാരകം വരാൻ പോകുന്നുണ്ട്. അവിടെ ആ സ്മാരകം വരരുത്, സെൻറ്റ് സേവിയറുടെ സ്മാരകം അവിടെ വരണം. അത് സെൻറ്റ് സേവിയർ പാറയാണ്. അതുകൊണ്ട് അവിടെ ആ പാറയിൽ ഇത് ആവശ്യം വരേണ്ടത് ആവശ്യമാണ്. സ്വാമി നമ്മുടെ ഈ വിവേകാനന്ദൻ്റെ സ്മാരകം വരരുത്. അവരെ പറഞ്ഞ് പറ്റിച്ചത് ഇവിടുത്തെ നിങ്ങൾക്ക് ഈ ഒരു കടലിൽ മീൻ കിട്ടാത്തതിൻ്റെയൊക്കെ കാരണം ദൈവകോപമാണ്. ആ കോപം മാറണമെന്നുണ്ടെങ്കിൽ അവിടെ വിവേകാനന്ദൻ്റെ പേര് വരാതെ അവിടെ ഒരു കുരിശ് നാട്ടി നാളെ നമുക്ക് സേവിയർ സ്മാരകം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ കന്യാകുമാരിയിൽ കാര്യമായിട്ട് പ്രചരിപ്പിച്ചത് കന്യാകുമാരി എന്നുള്ള പ്രയോഗം ശരിയല്ല. ഇത് കന്യക മേരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുകൊണ്ട് കന്യാകുമാരിയെ കന്യക മേരിയാക്കി പ്രചരിപ്പിക്കാനും ആ ഏരിയ മുഴുവൻ ഒരു ക്രൈസ്തവ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമം പ്രത്യേകമായിട്ട് പാതിരിമാരുടെ കാര്യത്തിൽ നടന്നിരുന്നു. ലക്ഷ്മണേട്ടൻ ശ്രദ്ധാഞ്ജലി കോഴിക്കോട് കേസരി ഹാളിൽ പുരോഗമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.